ഹായ്, ബുള്ളറ്റ് ഡയറീസ് എന്ന സിനിമയുടെ വിശേഷമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, പ്രയാഗ മാർട്ടിൻ, അൽത്താഫ്, ജോണി ആന്റണി, അതുപോലെ രഞ്ജി പണിക്കര്, പിന്നെ നമ്മൾ മരിച്ചുപോയ കോട്ടയം പ്രദീപ്, അങ്ങനെ ഒട്ടുമിക്ക താരങ്ങളൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ അല്ലെങ്കിൽ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബുള്ളറ്റ് ഡയറീസ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം കാണിക്കുന്നത്, ആ പേരെഴുതി കാണിക്കുമ്പോൾ ഒരു ടയറിൽ കുറെ ബുള്ളറ്റിന്റെ, അതായത് നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. പഴയ മോഡൽ മുതൽ പുതിയ മോഡൽ വരുന്ന പോലത്തെ കുറച്ച് സീനുകളൊക്കെ പടം തുടങ്ങുന്ന സമയത്ത് ഒരു ഡയറിയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് നല്ലതായിട്ടോ പടത്തിന്റെ കഥ എന്ന് പറയുന്നത്. പടത്തിന്റെ കഥ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കഥയാണ്. പക്ഷെ അത് ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ടുപോയോ എന്നുള്ളൊരു ഡൗട്ടും ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം ഒരുപാട് ആവശ്യമില്ലാത്ത ക്യാരക്ടേഴ്സുകളും അതേപോലെ ആവശ്യമില്ലാത്ത കുറെ സീനുകളൊക്കെ ഇതിൽ കുത്തിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ഒരു വർക്ക്ഷോപ്പില് മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ബൈക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു കത്തി നശിച്ച രീതിയിലുള്ള ഒരു ബൈക്ക് അദ്ദേഹം കാശ് കൊടുത്ത് വാങ്ങിച്ചു. അത് മോഡിഫൈ ചെയ്ത് നല്ലൊരു സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഒരു ബൈക്കൊക്കെ ആക്കി സെറ്റ് ചെയ്യുന്ന കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതും ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടാണൊക്കെ ബൈക്ക് മോഡിഫൈ ചെയ്ത് സെറ്റ് ആക്കുന്നത് കേട്ടോ. അതൊന്നും കാര്യമല്ല. അങ്ങനെ ഇദ്ദേഹം പിന്നെ ഈ ബൈക്കിനോട് ഭയങ്കരമായിട്ട് സ്നേഹം വരികയും, പിന്നെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഈ ബൈക്ക് മെയിനായിട്ടൊരു കഥാപാത്രമായിട്ട് തന്നെയാണ് ഈ പടത്തിൽ എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ഇവര് അതായത് ധ്യാൻ ശ്രീനിവാസനും അവരുടെ കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോവാണ്. ഈ ട്രിപ്പ് പോയി അവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് രാത്രിയിൽ ഒരു കള്ളൻ വന്നിട്ട് ഈ ബൈക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോകും. അങ്ങനെ പിന്നീട് അത് കേസാവും. കേസായിട്ട് നമ്മള് ഈ കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ വേറൊരു വ്യക്തി, ഇതേപോലെ ബൈക്ക് നഷ്ടപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാവും. അപ്പൊ അയാൾ പരിചയപ്പെടും. അയാൾ പറയും ഇങ്ങനെയുള്ള ബൈക്കൊക്കെ മാംഗ്ലൂർ കൊണ്ടുപോയിട്ട് എന്താ പറയാ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ ആശാൻ തെരഞ്ഞ് മാംഗ്ലൂര് പോകുന്നുണ്ട്. മാംഗ്ലൂർ പോയിട്ട് അവിടെ വേറെ വ്യക്തിയെ കാണുന്നു. അവിടെ നിന്ന് പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ പറയുന്നത് എങ്ങനെയാണ് ബൈക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ വേണ്ടാത്ത കുറെ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ പറഞ്ഞ പോലെ നല്ല ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ആശാൻ അവിടെ നിന്ന് കിട്ടാണ്ട് വീണ്ടും നാട്ടിലോട്ട് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ ബൈക്ക് കട്ട പയ്യൻ ഈ ബൈക്ക് വേറെ സ്ഥലത്ത് കൊണ്ട് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെയുള്ള ആൾക്കാര് ഈ സംഭവം മനസ്സിലാക്കി ഇവന് വിളിക്കും. ഇങ്ങനെ ബൈക്ക് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ അവൻ വന്നിട്ട് ഈ കട്ട പയ്യനായിട്ടുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബൈക്ക് ആരെന്നാണോ ധ്യാൻ ശ്രീനിവാസൻ വാങ്ങിച്ചത് അദ്ദേഹം വരുന്നുണ്ടാവും. അദ്ദേഹം വന്നിട്ട് പറയും ഇതെന്റെ മകനാണ്, അപ്പോ നിനക്ക് നിന്റെ ബൈക്ക് കിട്ടിയില്ലെങ്കിൽ ഇവനെ വിട്ടുകൂടെ എന്നൊക്കെ പറയും. അപ്പോൾ സമയത്ത് കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ മകൻ ഇത് കക്കാൻ വന്നതിന്റെ ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. അതായത് ഈ മകന്റെ, അതായത് നമ്മുടെ അപ്പാപ്പൻ മിലിറ്ററിയുള്ള സമയത്ത് ഒരു ബുള്ളറ്റ് വാങ്ങിച്ച് പിന്നെ അതിന് മേലുള്ള കറക്കും കാര്യങ്ങളൊക്കെ, പിന്നെ വലുതായപ്പോൾ ബൈക്ക് കൊടുക്കാന്ന് വെച്ചാൽ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതൊന്നും വല്ല കഥയില്ല. അങ്ങനെ ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ കേട്ട് ഇവന്റെ മനസ്സ് മാറിയിട്ട് ഇവൻ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്ത ഈ ബൈക്ക് വീണ്ടും ഈ വാങ്ങിച്ചോടെ തന്നെ അവൻ രാത്രിയിൽ അറിയാതെ വെച്ച് തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അതാ പറഞ്ഞത്, ആ ഒരു ബൈക്കിനോടുള്ള സ്നേഹം എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഒരു പടമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഈ ബുള്ളറ്റ് ഡയറീസ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി ഒന്നും എനിക്ക് ഈ പടത്തിലായിട്ട് പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രിയാഗ മാർട്ടിന്റെ കുറച്ച് സീനുകളുണ്ട്. ഇവന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് ഇഷ്ടം പറയാൻ വേണ്ടി നോക്കുമ്പോൾ ഇവന് ബൈക്കിന്റെ പിന്നാലെ പോകുന്ന പിന്നെ അങ്ങനത്തെ കുറച്ച് സീനുകൾ. പിന്നെ അതേപോലെ നമ്മുടെ ജോണി ആന്റണി, എന്തിനാണ് ഇയാൾ ഈ സിനിമയിൽ അഭിനയിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വെറുതെ എന്തൊക്കെ ഒരു കാട്ടിക്കൂട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അൽത്താഫ് വർക്ക്ഷോപ്പിലെ ഒരു പണിക്കാരനായിട്ട് അൽത്താഫ് ഉണ്ട്. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ കോട്ടയം പ്രദീപ്, അദ്ദേഹം ഒരു പോസ്റ്റ്മാൻ ആണ്. ഏത് പോസ്റ്റ് ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. ചുമ്മാ വെറുതെ കുറച്ച് ആൾക്കാരെ എടുത്തിട്ട് കുറച്ച് സീനുകളൊക്കെ ഇട്ട് ഈ പടം അവസാനിപ്പിച്ചു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഭയങ്കര ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ബൈക്ക് റൈഡേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ ഒന്നും ഈ പടത്തിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.